ചില വലിയ വാക്കുകൾ കാണുമ്പോൾ ഒരു പേടി തോന്നാറുണ്ടോ? സൈക്കോസൊമാറ്റിക്, ജെറോണ്ടോളജിസ്റ്റ്, അയ്യോ ഇതെന്താ സംഭവം എന്നൊക്കെ തോന്നുമല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകൾക്കുള്ളിലൊക്കെ ഒരു രഹസ്യ കോഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കോഡൊന്ന് പൊട്ടിച്ചെടുക്കാൻ പഠിച്ചാൽ മതി, ഭാഷയുടെ ഒരു പുതിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ രഹസ്യ കോഡുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെല്ലാവരും പുതിയ വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഒരു വലിയ തലവേദനയെക്കുറിച്ച് സംസാരിക്കാം. അതെ, അവിടെ തന്നെ തുടങ്ങാം. സത്യം പറയണം, പുതിയ വാക്കുകൾ പഠിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒരു ഭാരമായിട്ട് തോന്നാറില്ലേ? നമ്മളൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ സംഭവിക്കുക? ഒരുപാട് സമയമെടുക്കും, എന്നാലും കുറച്ചു കഴിയുമ്പോഴേക്കും നമ്മളത് മറന്നുപോവുകയും ചെയ്യും. ശരിയല്ലേ? ഇതുപോലത്തെ വാക്കുകൾ മുന്നിൽ വരുമ്പോൾ സൈക്കോസൊമാറ്റിക്, ജെറോണ്ടോളജിസ്റ്റ് എങ്ങനെയുണ്ടാവും? ഒരു പിടിയും തരാതെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ മതിൽ പോലെയാണ്, അല്ലേ? എവിടെ തുടങ്ങണം, എങ്ങനെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഓർമ്മിച്ചു വെക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ തല പുകയ്ക്കും. ഈ കാണാപാഠം പഠിക്കുന്ന രീതി അത്ര ശരിയല്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ ഇതിനൊരു എളുപ്പവഴിയുണ്ടെങ്കിലോ? ഒരു ചീറ്റ് കോഡ് പോലെ ഓരോ വാക്കും ഇങ്ങനെ മനഃപ്പാഠമാക്കുന്നതിനു പകരം ഏത് പുതിയ വാക്ക് കണ്ടാലും അപ്പോൾ തന്നെ അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം പഠിച്ചെടുക്കാൻ പറ്റിയാലോ? അപ്പോൾ ഇതാണ് ആ സിസ്റ്റം. വാക്കുകളെ ഡീകോഡ് ചെയ്യാനുള്ള വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത്, വാക്കിന്റെ മൂലപദം, അതായത് റൂട്ട് കണ്ടുപിടിക്കുക. അതാണ് അതിന്റെ ഹൃദയം, അതിന്റെ പ്രധാന ആശയം. രണ്ടാമത്, അതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള പ്രിഫിക്സുകളും സഫിക്സുകളും തിരിച്ചറിയുക. ഇവയാണ് അർത്ഥത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് അർത്ഥം കണ്ടെത്തുക. ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ സിമ്പിൾ. ഈ രീതിക്ക് പറയുന്ന പേരാണ് എറ്റിമോളജി, അതായത് വാക്കുകൾ എവിടെ നിന്ന് വന്നു എന്ന് പഠിക്കുന്ന രീതി. ശരി, അപ്പോൾ തിയറിയൊക്കെ മതി, നമുക്ക് നേരെ പ്രാക്ടിക്കൽസിലേക്ക് കിടക്കാം. ഈ കോഡ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചുള്ള കുറച്ചു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബിൽഡിംഗ് ബ്ലോക്ക്, സൈഖ്യേ. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ഇതിന്റെ അർത്ഥം ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെയാണ്. ഓർത്തു വെച്ചോളൂ, ഈ ഒരൊറ്റ വാക്ക് നമ്മുടെ മാനസിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാസ്റ്റർ കീയാണ്. ഇവിടെ ഒരു രസകരമായ കാര്യം കാണിച്ചുതരാം. സൈക്കി എന്ന നമ്മുടെ മൂലപദത്തിന്റെ കൂടെ വേറൊരു വാക്ക് ചേരുമ്പോൾ അർത്ഥം എങ്ങനെയാ മാറുന്നെന്ന് നോക്കിക്കേ. സൈക്കോളജിസ്റ്റ് എന്ന വാക്ക് നോക്കാം. അത് സൈക്കിയും ലോഗോസും ചേർന്നതാണ്. ലോഗോസ് എന്ന് വെച്ചാൽ പഠനം, അപ്പോൾ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നയാൾ. ഇനി സൈക്കാട്രിസ്റ്റ് എന്ന വാക്കെടുത്താലോ? അവിടെ സൈക്കിയുടെ കൂടെ വരുന്നത് യാട്രിയാണ്. അതിൻ്റെ അർത്ഥം ചികിത്സ. അപ്പോൾ ആരായി? മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. കണ്ടില്ലേ, ആ രണ്ടാമത്തെ ബ്ലോക്ക് മാറിയപ്പോൾ ആളുടെ ജോലിയും മാറി. അടിപൊളിയല്ലേ? ഒരിക്കൽ നമ്മൾ സൈക്കി എന്താണെന്ന് പഠിച്ചാൽ പിന്നെ നോക്കിക്കോ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. സൈക്കോപതിക്കിലെ പാഥോസ് എന്ന് വെച്ചാൽ രോഗം, അപ്പോൾ മാനസിക രോഗം, സിമ്പിൾ. അടുത്തത് സൈക്കോസൊമാറ്റിക്, സോമ എന്ന് വെച്ചാൽ ശരീരം, അതായത് മനസ്സിലെ പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിക്കുന്നത്. ഇനി സൈക്കോജെനിക്, ജെനസിസ് എന്ന് കേട്ടിട്ടില്ലേ? ഉത്ഭവം, അപ്പോൾ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. പിന്നെ സൈക്കോതെറാപ്പി, അത് നമുക്കറിയാം, മനസ്സിന്റെ ചികിത്സ. കണ്ടോ, എത്ര എളുപ്പമാണിത്? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡാക്കാം. ഇനി ഈ ഡീകോഡിംഗ് സ്കിൽ ശരീരത്തെക്കുറിച്ചും മറ്റു വിഷയങ്ങളെക്കുറിച്ചുമുള്ള വാക്കുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വേഗത്തിലൊന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പാറ്റേൺ എത്ര പെട്ടെന്നാണ് നമുക്ക് പിടികിട്ടുന്നതെന്ന്. ഓസ്റ്റിയോൺ എന്ന് വെച്ചാൽ എല്ല്, അപ്പോൾ ഓസ്റ്റിയോപാത്ത് ആരായിരിക്കും? എല്ലുമായി ബന്ധപ്പെട്ട ചികിത്സകൻ. ശരി, അടുത്തത് പോഡോസ്, പാദം, അപ്പോൾ പോഡിയാട്രിസ്റ്റ്, പാദരോഗ വിദഗ്ധൻ. ഇനി കൈർ, അതിൻ്റെ അർത്ഥം കൈ, അപ്പോൾ കൈറോപ്രാക്ടർ ആരാ? കൈകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ആള്. കണ്ടോ, ഓരോ മൂലപദവും ഓരോ പുതിയ വാതിലാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. നമുക്കിനി വേറൊരു മൂലപദം പരിചയപ്പെട്ടാലോ? കല്ലോസ്. ഇതിൻ്റെ അർത്ഥം സൗന്ദര്യം എന്നാണ്. അതിൻ്റെ കൂടെ ഗ്രാഫെയിൻ, അതായത് എഴുതുക എന്ന് ചേർത്താൽ നമുക്ക് കിട്ടും കാലിഗ്രഫി, മനോഹരമായ കൈയക്ഷരം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കാണല്ലേ? പക്ഷേ ഈ കല്ലോസ് വെച്ച് ഒരു രസകരമായ ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അതെ, സൗന്ദര്യം എന്ന അർത്ഥം വരുന്ന ഈ കാല്ലോസ് എന്ന വാക്കിന് നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇതാണ് ആ വാക്ക്, കാലിപിജിയൻ. കാല്ലോസ് അഥവാ സൗന്ദര്യം എന്ന വാക്കിന്റെ കൂടെ പിജി എന്ന വാക്ക് ചേർത്താണിത്. പിജി എന്ന് വെച്ചാൽ നിതംബം. അപ്പോൾ മൊത്തത്തിൽ അർത്ഥമെന്തായി? ഭംഗിയുള്ള നിതംബങ്ങളോട് കൂടിയ. കണ്ടില്ലേ, വാക്കുകളുടെ ഉത്ഭവം തേടിപ്പോയാൽ ഇതുപോലെയുള്ള രസകരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓർമ്മിക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടു. പക്ഷെ ശരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? എന്തുകൊണ്ടാണ് ഈ രീതിക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പഠിച്ച ഈ രീതി
എത്രത്തോളം പവർഫുൾ ആണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഈ കോഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു ശരാശരി വ്യക്തി ഒരു വർഷം മുഴുവനെടുത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വർഷത്തെ പഠനം വെറും ഒരു ദിവസം കൊണ്ട്. അതുകൊണ്ട് ഒന്നോർക്കുക, നമ്മളിവിടെ ഒരു ലിസ്റ്റ് കാണാപ്പാടം പഠിക്കുകയല്ല ചെയ്തത്. പകരം നമ്മൾ പഠിച്ചത് വാക്കുകളെ മനസ്സിലാക്കാനുള്ളൊരു സിസ്റ്റമാണ്, ഒരു താക്കോലാണ്. ആ താക്കോൽ കയ്യിലുണ്ടെങ്കിൽ ഏതു പൂട്ടും തുറക്കാം. അതായത് നിങ്ങൾ കുറച്ച് പുതിയ വാക്കുകൾ മാത്രമല്ല പഠിച്ചത്, നിങ്ങളൊരു പുതിയ കഴിവ്, ഒരു സൂപ്പർ പവർ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള്. ഇനി ഏത് വലിയ വാക്ക് മുന്നിൽ വന്നാലും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോ ആ മാസ്റ്റർ കീ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഏതു വലിയ വാക്ക് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: അടുത്തതായി ഏതു വാക്കിന്റെ രഹസ്യ കോഡാണ് നിങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത്?